समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ഈ ഒരു മാസക്കാലം ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പല ആളുകളും നിങ്ങളുടെ മുമ്പാകെ പറയുകയുണ്ടായി. അതിൻ്റെ അവസാനമാണ് ഇന്ന്. ഇനിയിവിടുന്ന് അങ്ങോട്ട് കർക്കിടമാസം കഴിഞ്ഞു, ഇനിയിവിടുന്ന് അങ്ങോട്ട് ചിങ്ങമാസം വരികയാണ്. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ പൊന്നിൻ ചിങ്ങമാസം എന്നാണ് നമ്മൾ പറയാറുള്ളത്. പുത്തിരി നെൽക്കതിർ, പുതുതായിട്ടുണ്ടായ നെൽക്കതിർ വെച്ച് പൂജിച്ചിട്ട് എല്ലാ വാതിലമ്പിലൊക്കെ തൂക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പണ്ടൊക്കെ അണിഞ്ഞിട്ട്. ആ സമയമാണ് പൊന്നിൻ ചിങ്ങമാസത്തിൽ. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ സമൃദ്ധമാസമായി എന്നാണ്. അതായത് ഈ പഞ്ഞമാസം കഴിഞ്ഞിട്ട് നല്ല കാലം വരെ എന്നാണ്. ഇതൊക്കെ ആയാലും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഒരുപോലെ തന്നെ എന്നുള്ള മട്ടമായിട്ടുണ്ട്. ഋതുക്കൾ വ്യത്യാസം ഉണ്ടാകും എന്നല്ലാണ്ടേ കാര്യങ്ങളൊക്കെ എല്ലാ മാസവും ഒരുപോലെ തന്നെയാണ്. ആയുർവേദത്തിൽ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ രോഗമില്ലാതെ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും, അതിനെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. രോഗം ഉണ്ടായാൽ ചികിത്സിക്കുന്നതിനെ സംബന്ധിച്ചല്ല. രോഗം ഉണ്ടായാൽ ചികിത്സിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഗം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനാണ് പറ്റിയിട്ട് ആദ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു രോഗം കണ്ട് കണ്ടാൽ പെട്ടെന്ന് ആകുമ്പോൾ അങ്ങോട്ട് എന്താണെന്ന് അറിയാതെ ഇങ്ങോട്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ പനിക്ക് ഉടനെ ഇന്നിപ്പോൾ അസുഖത്തിൽ എല്ലാവരുടെ കയ്യിലും, സ്ത്രീകളുടെ പ്രത്യേകിച്ചും അതെ, കുട്ടികൾക്ക് പനി വന്നാൽ കൊടുക്കാനായിട്ടുള്ള ക്രോസിൻ, പാരസെറ്റമോളിൻ്റെ ഒരു പ്രയോഗം ഇല്ലാതെ എങ്ങോട്ടുള്ള ഒരാളെയും കാണില്ല. ബാഗിൽ അതിൻ്റെ എപ്പോഴും ഗുളിക ഉണ്ടാവും. പനി ഇങ്ങോട്ട് വന്നാൽ അത് നിർത്തുകയാണ്. ഈ പനി എന്താണ് പനി നിർത്താൻ പാടുള്ളതാണോ? ഇതൊന്നും ആലോചിക്കാതെയാണ് ചെയ്യേണ്ടത്. ഈ പനി ശരിക്കും പറഞ്ഞാൽ പനി നല്ലതാണെന്നാണ് മറ്റേ എന്താ പറയുക, പ്രകൃതി ചികിത്സക്കാരുടെ പക്ഷത്തിൽ പനി വരുന്നത് നല്ലതാണ്, പനി വന്നാൽ സന്തോഷിക്കണം, ചിരിക്കണം എന്നാണ് പറയുക. CRR വർമ്മ അങ്ങനെയാണ് പറയുക. എന്താ കാരണം? പനി എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ എന്തോ ഒരു അപകടം വന്ന് സംഭവിച്ചിട്ട് അതിനെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് ദേഹം ഉണ്ടാക്കുന്ന ചൂടാണ് പനി. അപ്പോൾ ഈ പനി നിർത്തുകയല്ല വേണ്ട, എന്താണ് അപകടം എന്നുള്ളത് നോക്കിയിട്ട് അതിനെ തകരാറാക്കാൻ ഇല്ലാണ്ടാക്കാൻ എന്താ വേണ്ടത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പനി നിർത്തുക ചെയ്യുന്നത്. പനി നിർത്തുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ശ്വാസകോശത്തിൽ വീക്കം വന്നിട്ട് അത് ഇതിനൊക്കെയുണ്ട് ആമം, പശ്ചിമാനം, പക്വം, ഈ 3 അവസ്ഥയുണ്ട്. ആമമായിട്ടുള്ള അവസ്ഥയാണ് ഈ വീക്കം വരിക എന്ന് പറഞ്ഞാൽ. പശ്ചിമാനാവുമ്പോൾ അത് കുറഞ്ഞത് പഴുത്ത് ശരിയായി, പിന്നെ പക്വമാവുമ്പോഴേക്ക് കഫം ഒക്കെ തുപ്പിത്തിറങ്ങാൻ തുടങ്ങും. അപ്പോഴേ പാകം വരുള്ളൂ. ഈ പാകം വരുന്നതിന് മുമ്പായിട്ട് ആ പാകം വരാൻ വേണ്ടിയിട്ടാണ് ഈ പനി വരിക്കുന്നത്. അപ്പോൾ ഈ പനി നിർത്തിയാൽ ആ വീക്കം അങ്ങനെ നിൽക്കും, കുറച്ചധികം കാലം നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഉപദ്രവങ്ങളാണ് പിന്നുള്ളത്. ഇപ്പോൾ ആ പാകം വരാൻ ഒരാഴ്ച കൊണ്ട് എടുക്കുന്നത് 2-3 ആഴ്ച എടുക്കും പിന്നെ ആ പാകം വരാൻ. അപ്പോൾ ആ പാകം വരാതെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ പനി നിർത്തല്ല വേണ്ടത്, പനി അധികമാവാതെ കൊണ്ട് നോക്കണം. അതിനാണ് നമ്മളെ ഈ ഷഡംഗപാനീയം എന്ന് പറയും. പനി വന്നാൽ ഉടനെ കൊടുക്കാവുന്നതാണ്. ഘനചന്ദന ശുണ്ഠ്യമ്പ് പർപ്പടോ ക്ഷീരസാധ്യതയാണ്. ഘനം വെച്ചാൽ മുത്തങ്ങയാണ്, ചന്ദനം, പർപ്പടപ്പുല്ല്, ഉഷീരം രാമച്ചം, പർപ്പടോ ക്ഷീരസാധ്യതം, ഈ 6 മരുന്നുകളും കൂടിയിട്ടുള്ള ഒരു കഷായം വെച്ചിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ പനി നശിക്കുന്ന മാത്രമല്ല ഈ പാകം വരൽ പശ്ചിമാന പക്വാവസ്ഥ ഉണ്ടാക്കാൻ മെല്ലെ അതിനെ സഹായിക്കുകയും ചെയ്യും. ഈ പനി എന്ന് പറഞ്ഞാൽ അത് നമ്മുടേതിൽ മറ്റേ പിത്തത്തിനോട് ഉഷ്ണമായിട്ടൊരു കാര്യമാണ്. അതിന് ശീതമാക്കണം. അതിനാണ് ഈ ഘനചന്ദന ശുണ്ഠിമ്പ് പർപ്പടോ ക്ഷീരസാധ്യത എന്ന് പറഞ്ഞാൽ അതിന് നല്ല കാര്യമാണ്.
എന്നാൽ അതിൽ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട് തരും. അപ്പോൾ ഈ മാതിരിയുള്ള കാര്യങ്ങളാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന് ഇണങ്ങിക്കൊണ്ട് നമ്മളിപ്പോൾ സാധാരണ പക്ഷിമൃഗാദികളൊക്കെ നോക്കിക്കൊള്ളുണ്ടു. അവർ വൈകുന്നേരം 5 മണി സൂര്യാസ്തമനത്തിന് മുമ്പ് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ വിശ്രമ താവളത്തിൽ എത്തിയിട്ടുണ്ടാവും. ഇതാണ് ശരിക്കും നമ്മളും വേണ്ടത്. നമ്മളിപ്പോൾ ഇതിൽ പക്ഷിമൃഗാദികളെ ഒരു ജീവിയാണ്. പക്ഷേ നമ്മുടെ ഈ ബുദ്ധി ജാസ്തി ഉണ്ടാവുകൊണ്ട് നമ്മൾ ദിക്കിനെയൊക്കെ അതിക്രമിച്ചിട്ട് ഈ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ തകരാറുകളൊക്കെ വരുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സയിൽ നമ്മൾ പോകുന്നില്ല. പ്രകൃതിയിൽ നിന്നാണ് നമ്മളെല്ലാം ഈ ആയുർവേദം പഠിച്ചിട്ടുള്ളതും പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയിൽ മറ്റേ ഈ നമ്മൾ കണ്ടൊരു പൂച്ച നായൊക്കെ ഉണ്ട്. അവർക്ക് വയറ്റിൽ എന്തെങ്കിലും അസുഖം വന്നാൽ അവരൊരു പുല്ല് കടിച്ചിട്ട് ഛർദ്ദിക്കും. അതിൽ നിന്നാണ് നമ്മൾ ഈ വമന ചികിത്സ നമ്മൾ കണ്ടുപിടിച്ചത്. അതുമാതിരി തന്നെ ഒരു ഇബിസ് എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട്. ആ പക്ഷി വെള്ളം എടുത്തിട്ട് ആസനത്തിൽ കൂടെ കയറ്റിയിട്ട് മറ്റേ വിരേചനം ഉണ്ടാക്കും. അത് കണ്ടിട്ടാണ് നമ്മൾ ഈ വസ്തു ചെയ്യാനുള്ള പ്രയോഗം നമ്മൾ പഠിച്ചത്. പ്രകൃതിയിൽ നിന്നാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രകൃതിയിലുള്ള ആ പഠനം നമ്മൾ വേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതചര്യ ശരിയാക്കുകയാണ് വേണ്ടത്. ആ ജീവിതചര്യ നമുക്ക് ശരിയാക്കാൻ സാധിക്കാത്തൊരു സമൂഹം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ മാറ്റിയിട്ട് മറ്റേ സമൂഹത്തിൽ തന്നെ ആക്കാനുള്ള രീതി ഓഫ് കോഴ്സ് ജീവിത രീതി ആകെ മാറിയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആണ്. മാത്രമല്ല ഇവിടെ ഇരുന്നാൽ ഇന്ന് ലണ്ടനിലുള്ളത് ഇവിടെ ഇരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിലാണ് പഠനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓടിക്കൊണ്ടെന്നല്ല പറയേണ്ടത്, പറന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതം സമൂഹം എന്നാണ് പറയേണ്ടത്. പക്ഷേ ഏതൊക്കെ ആയാലും വേണ്ടില്ല, ഈ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കാളിദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചര്യകൾ നമ്മൾ അനുഷ്ഠിക്കണം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ബോധം മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ആയുർവേദം ഉണ്ടായിട്ടുള്ളത്. ആ ആയുർവേദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും സഹായകമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കർക്കിടക മാസത്തിൻ്റെ അവസാനം വരുന്നത് ചിങ്ങമാസമാണ്. ചിങ്ങമാസം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പൊന്നിൻ ചിങ്ങമാസം തന്നെയാണ്, സമൃദ്ധിയുടെ മാസമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലമാണ് വരുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നൊക്കെ വരുന്ന തുലാവർഷമുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ചിങ്ങമാസത്തിൽ നമ്മൾ ഈ ഓണം ചിങ്ങമാസത്തിലാണ്. ഓണത്തിനുള്ള സദ്യ നമുക്ക് എല്ലാവർക്കും അറിയാം. പഴനുറുക്കും പപ്പടമൊക്കെ ഉള്ള നല്ല സദ്യയുള്ള ഒരു മാസമായിട്ടാണ് ചിങ്ങമാസത്തിന് നമ്മൾ കാണാറുള്ളത്. ആ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ പുലരിയോട് കൂടിയിട്ടാണ് കർക്കിടക മാസത്തിൻ്റെ അവസാനം. അപ്പോൾ കർക്കിടക മാസം ദുർഘടമാസം അവസാനിച്ച് പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ ഈ ഉണർവിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സമ്പ്രദായം മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. തൊട്ടാലുടനെ ഇലകൾ കൂമ്പിപ്പോകുന്ന പ്രത്യേകത കൊണ്ടാണ് ഈ ചെടിക്ക് തൊട്ടാവാടി എന്ന് മലയാളത്തിലും ലജ്ജാലു എന്ന സംസ്കൃതത്തിലും പേരുകൾ വന്നത്. ടച്ച് മീ നോട്ട് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന തൊട്ടാവാടിക്ക് അനേകം ഔഷധ ഗുണങ്ങളുണ്ട്. മുറിവിൽ നിന്നുള്ള രക്തസ്രാവം നിൽക്കുന്നതിനും മുറിവ് വേഗം ഉണങ്ങുന്നതിനും തൊട്ടാവാടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് പുരട്ടുകയും ചതച്ച് കെട്ടിവയ്ക്കുകയും പതിവുണ്ട്. ആർത്തവ ദിവസങ്ങളിലെ അമിത രക്തസ്രാവം ശമിക്കുന്നതിന് തൊട്ടാവാടി നീര് സമം തേൻ ചേർത്ത് കഴിക്കുന്നത് ഫലപ്രദമാണ്. തൊട്ടാവാടി സമൂലം പൊടിച്ചെടുത്ത് ഈ പൊടി നെയ്യും കൽക്കണ്ടവും ചേർത്ത് കഴിക്കുന്നതും മേൽപ്പറഞ്ഞ അവസ്ഥയ്ക്ക് ഗുണം ചെയ്യും. ഇലയും വേരും അരച്ചു പുരട്ടുന്നത് മൂലക്കുരു, വൃഷണവീക്കം, ഉളുക്ക്, ഗ്രന്ഥിവീക്കം എന്നിവയ്ക്ക് നല്ലതാണ്. അതിസാരം, രക്താതിസാരം, യോനിരോഗങ്ങൾ, നീര്, രക്തപിത്തം, ചുട്ടുപുകച്ചിൽ എന്നീ അവസ്ഥകളിലും തൊട്ടാവാടി ഫലപ്രദമാണ്. മൈമോസ പ്യൂഡിക്ക എന്നതാണ് ഈ ചെടിയുടെ ശാസ്ത്രനാമം. റോഡരികിലും തരിശുഭൂമിയിലും കളയായി വളരുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി. ചെറിയ കാണ്ഡത്തോടും നീളമുള്ള അനേകം ശാഖകളോടും കൂടി പടർന്നു വളരുന്ന ഒരു ചിരസ്ഥായി സസ്യമാണിത്. തണ്ടിൽ നിറയെ താഴേക്ക് വളർന്നു നിൽക്കുന്ന മുള്ളുകളുണ്ട്.
സ്പർശനമേറ്റാലുടൻ ചെറിയ ഇലകൾ മുകളിലേക്ക് മടങ്ങി കുറേ നേരത്തേക്ക് വാടിത്തളർന്നു കിടക്കും. പാടല നിറത്തിലുള്ള ചെറിയ പൂക്കൾ കുലകളായി പത്രകക്ഷത്തിൽ നിന്നുണ്ടാകുന്നു. ഓരോ വിത്ത് മാത്രമുള്ള 3 മുതൽ 5 ഭാഗങ്ങൾ ചേർന്നതാണ് അല്പം വളഞ്ഞ ഫലങ്ങൾ. മൂത്ത കായകൾ പൊട്ടി വിത്ത് വീണ് ഈ ചെടി താനെ മുളയ്ക്കുന്നു. ഏത് കാലാവസ്ഥയിലും വിത്ത് നട്ട് ഈ ചെടി വളർത്തിയെടുക്കുകയും ചെയ്യാം. സമൂലം പറിച്ചെടുത്ത തൊട്ടാവാടി പച്ചയായോ ഉണക്കിയതിന് ശേഷമോ വിപണനം ചെയ്യാം.